നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ചില കാര്യങ്ങളിലെല്ലാം ധ്രുവീകരണം വേണ്ടിവരും. മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പളം ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ മറ്റൊരു ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും മെയ് മാസത്തിൻ്റെ മുൻപ് തന്നെ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു ജോലിയിലും സ്ഥാനക്കയറ്റമോ ആനുകൂല്യങ്ങളൊക്കെ വളരെ കുറയും. പക്ഷെ സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ സൗകര്യത്തോടുകൂടി നല്ലൊരവസരം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലയോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവർക്കും ഏർപ്പെടുന്നവർക്കും ധാരാളം അവസരങ്ങളും പ്രവർത്തന ശൈലിയും പ്രവർത്തനത്തിൽ നിന്ന് നേട്ടമൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നീക്കിയിരുപ്പ് വളരെ കുറയുവാനാണ് യോഗം കാണുന്നത്. അതായത് എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടി ചെലവ് അല്ലെങ്കിൽ അവിചാരിതമായിട്ടുള്ള ചെലവ് വന്നു ചേർന്നത് വഴി ഒരു പക്ഷേ നീക്കിയിരുപ്പ് കുറയുവാനും മനസ്സിന് സ്വല്പം സമാധാനക്കേടൊക്കെ ഉണ്ടാകുവാനും യോഗം കാണുന്നതുമുണ്ട്. ആസൂത്രിത പദ്ധതികളായതുകൊണ്ട് ഏറെക്കുറെ തൃപ്തികരമായുള്ള രീതിയിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കാനും ചില കാര്യങ്ങളിലെല്ലാം തൃപ്തികരമല്ലാത്തതുകൊണ്ടും പ്രായോഗികമല്ലാത്തതുകൊണ്ടും മേലധികാരികളെ തന്നെ കാര്യകാരണ സഹിതം രേഖാപരമായിട്ട് സാധ്യതകളെപ്പറ്റി വിലയിരുത്തിക്കൊണ്ട് പദ്ധതികൾ സമർപ്പിക്കുവാനും സാധ്യതയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും. പൂർത്തീകരിച്ച ഗൃഹത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. കുട്ടികളുടെ അവധിക്കാലം എന്ന് പറയുന്ന മാർച്ച് മാസത്തിലെ ഏപ്രിൽ മെയ് എന്നീ മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പലപ്പോഴും അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കൂടുതൽ പ്രയത്നം വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് ഒരു പക്ഷേ ജോലി സ്ഥലത്തിനോടനുബന്ധമായിട്ട് മാറി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി മാതാപിതാക്കളെ 6 മാസം ഒരുമിച്ച് താമസിപ്പിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നത് ഇത്രയും കാലത്തെ അനുഭവജ്ഞാനം, ധാരാളം ബുദ്ധിമുട്ടി പഠിച്ചതിൻ്റെ പ്രയത്നം, ഇതിനെല്ലാം ഉപരിയായിട്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും തൊഴിൽ മേഖലകളിൽ മറ്റുള്ള ജോലിക്കാർക്കും ആവശ്യക്കാർക്കും വേണ്ടതിന് ചെയ്തു കൊടുക്കുന്നതിൻ്റെ നേട്ടം, ഇവയെല്ലാം തന്നെ കണക്കിലെടുത്ത് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും പൂർത്തീകരണ സ്വഭാവവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് ചിലർക്ക് പഠനത്തിനായിക്കൊണ്ടോ മറ്റു ചിലർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുവാനായിട്ടും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം വിപരീതമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധ്യത കാണുന്നു. പ്രാദേശിക പിന്തുണ ലഭിക്കാത്തതിനാൽ പൊതുപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുവാൻ അവസരം വന്നു ചേരും. സുഹൃത്ത് ചെയ്തു വരുന്ന പ്രസ്ഥാനത്തിൻ്റെ സംയുക്ത സംരംഭത്തിൽ പങ്കുചേരുവാൻ അവസരം വന്നു ചേരും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ബൃഹത് പദ്ധതികളൊക്കെ പല വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ഇടവരുമെങ്കിൽ പോലും പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളിൽ നിന്നെല്ലാം
പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ പഠിക്കാനുള്ളൊരവസരത്തെ സ്വല്പം പണം വായ്പ എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ളൊരവസരം അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ വർഷത്തിൽ പകുതി കഴിഞ്ഞാൽ തന്നെ തിരിച്ചടവിന് അനുയോജ്യമാകും. തൊഴിൽ മേഖലകൾ പോലും അനുവർത്തിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും കുടുംബത്തിലെ കീഴ്വഴക്കം മാനിച്ചും കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നത് വഴി മനസ്സിന് തൃപ്തികരമായിട്ടുള്ള ആശ്വാസപരമായിട്ടുള്ള സമീപനവും അതുപോലെ തന്നെ കുടുംബത്തിൽ ഭക്തി അന്തരീക്ഷവും മാതാപിതാക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുഗ്രഹാശിസ്സുകളും വന്നു ചേരുന്നത് വഴി എല്ലാ വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. കലാ, സാഹിത്യം, സാംസ്കാരികം, കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ വർഷം അവസരങ്ങൾ വളരെ കുറവായിരുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ധാരാളം പരിശീലനത്തിന് അവസരങ്ങൾ വന്നു ചേർന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു വർഷം പ്രതീക്ഷിച്ചതിലുപരി അന്വേഷണങ്ങളും അവസരങ്ങളും അവതരിപ്പിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്ക് 1-2 ദിവസം യാത്രകൾ വേണ്ടി വരുവാനിടയുണ്ട്. ഔചിത്യമുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യത കാണുന്നു. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായിട്ടുള്ള വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുകയും ഈ ഒരു സാഹചര്യങ്ങളെ കൊണ്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ സ്വയം അനുവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വിരുദ്ധ ആഹാരത്താൽ ദേഹപരമായിട്ടുള്ള പല വിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരും. എന്നാൽ പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുന്നത് തീർത്തും ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയ്ക്ക് പലപ്പോഴും അസുഖങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് 6 മാസത്തിലൊരിക്കൽ ആശുപത്രിവാസം അമ്മയ്ക്ക് വേണ്ടി വരും. അത് അവധിയെടുത്തുകൊണ്ട് അന്യനാട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ അവധിയെടുത്തുകൊണ്ട് ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും തണുപ്പ് രാജ്യത്തിലാണ് താമസിക്കുന്നത് എങ്കിൽ പോലും ഇനി മുതൽ മാതാപിതാക്കളെ താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ സമശീതോഷ്ണ പ്രദേശത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ സാധ്യതയുണ്ട്. അറിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പ്രതിഭകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കാൻ അവസരം വന്നു ചേരും. പുണ്യപ്രവൃത്തികൾക്കും ധർമ്മപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് മാസം മുതൽ പുനരാരംഭിക്കാൻ അവസരം വന്നു ചേരും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. പലപ്പോഴും അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന മക്കൾക്ക് ഗൃഹം വാങ്ങിക്കുവാനായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ സ്വല്പ നഷ്ടങ്ങൾ സംഭവിക്കുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിലുള്ളൊരു നിക്ഷേപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനുള്ള സാധ്യത കാണുന്നതുമുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും
മകയിര നക്ഷത്രക്കാർക്ക് ഈ ഒരു 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.